ഇടുക്കി മാവട്ടത്തിൽ தேர்தல் பிரச்சாரங்கள் சூடுபிடித்து வருகிறது. இடுக்கி பாராளுமன்ற தொகுதியை நிலைநிறுத்த யுடிஎஃப்பும் பிடித்தெடுப்பதற்கு எல்டிஎஃப்பும் கடுமையான போராட்டத்தில் உள்ளனர். வனவிலங்கு தாக்குதலும் பூமி பிரச்சனைகளும் இந்த முறை முக்கிய பிரச்சார ஆயுதமாக மாறியுள்ளது. இடுக்கி பாராளுமன்ற தொகுதியில் 7 சட்டமன்ற தொகுதிகளில் 5 இடங்களில் எல்டிஎஃப்பும் 2 இடத்தில் யுடிஎஃப்பும் வெற்றி பெற்றுள்ளன. சட்டமன்ற தேர்தல்களில் கிடைக்கும் வாக்கு வித்தியாசங்கள் பலமுறை பாராளுமன்ற தேர்தலில் இடது முன்னணிக்கு கிடைப்பதில்லை. தொகுதியின் வரலாற்றை பரிசோதித்தால் கூடுதல் முறை வெற்றி பெற்றது யுடிஎஃப் வேட்பாளர்கள்தான். 2014 ஹைரேஞ்ச் பாதுகாப்பு சங்கத்தின் பின்துணையுடன் போட்டியிட்ட ஜோய்ஸ் ஜோர்ஜ் இடதுசாரியின் சுயேட்சை வேட்பாளராக இடுக்கியில் வெற்றி பெற்றார். ஆனால் 2019 ஜோய்ஸ் ஜோர்ஜ் டீன் குரியாக்கோஸிடம் தோல்வியடைந்தார். 1,75,000 வாக்குகள் வித்தியாசத்தில் இவர் அன்று தோல்வியடைந்திருந்தார். இந்த முறையும் தொகுதியை നിലനിർത്താൻ முடியும் എന്ന നമ്പിക്കയിൽ യുഡിഎഫ് വേட்பாளർ ഡീൻ കുര്യാക്കോസ് ഉള്ളാർ. അപ്പോൾ തീർച്ചയായും കോൺഗ്രസിന്റെ യുഡിഎഫിന്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ജനങ്ങൾ അത് ആ യഥാർത്ഥ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ വഴിയിൽ ഒരുപാട് ത്യാഗങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാത്തിനും ഉപരി രാജ്യത്തൊരു മതേതര ഗവൺമെന്റ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന ആ ഒരു ആശയാദർശങ്ങളുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അനുകൂലമായ അല്ലെങ്കിൽ അതിനനുസൃതമായ ഒരു ജനവിധി ഇത്തവണ ഉണ്ടാവും. ഒന്ന്, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ മൂലം അഥവാ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നയതീരുമാനങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ യാതനകളും വേദനകളും പ്രയാസങ്ങളും മാത്രമേ നമ്മൾ എല്ലായിടത്തും കാണുന്നുള്ളൂ. കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, വിലത്തകർച്ചയെ നേരിടുന്നു. അതോടൊപ്പം തന്നെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ വിഷയങ്ങൾ, പട്ടയ വിഷയങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റിനോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കാൻ ആർക്കെങ്കിലും സാധിക്കും? 2019 முதல் ஏற்பட்டுள்ள வெவ்வேறான பிரச்சனைகள் இடதுசாரிக்கு நம்பிக்கையை கொடுத்துள்ளது. இடுக்கியிலுள்ள பூமி பிரச்சனைகளில் அரசு எடுத்த நடவடிக்கைகள் எல்டிஎஃபிற்கு தேர்தலில் பிரச்சார ஆயுதமாக மாறியுள்ளது. இதன் மூலம் வெற்றிக்கான வாய்ப்பு அதிகமாக உள்ளதாக ജോയ്സ് ജോർജ് കൂറിയുള്ളാർ. റോഡുകൾ പണിതത് നാട്ടിലുണ്ട്. ആ റോഡുകൾ ആളുകൾ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ദേശീയപാതയാണെങ്കിലും സെൻട്രൽ റോഡ് ഫണ്ടിൽ പെടുത്തി പണിത റോഡുകളാണെങ്കിലും ഇപ്പോൾ നമ്മളുടെ PMGSY റോഡുകളാണെങ്കിലും ഒക്കെ പണി പൂർത്തീകരിച്ച ആളുകൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് പണി തുടങ്ങിയത്, എപ്പോഴാണ് നിർമ്മാണം പൂർത്തീകരിക്കാൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്, പൂർത്തീകരിച്ചത് എന്നൊക്കെ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മുഴുവൻ അറിയാം. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഇപ്പം ഞാൻ ജോയ്സ് ജോർജ് ഒരു അവകാശവാദം ഉന്നയിച്ചാലും അതല്ല മറുവശത്ത് ഇപ്പോൾ നിലവിലുള്ള MP അവകാശവാദം ഉന്നയിച്ചാലും ഒക്കെ ജനങ്ങളുടെ സമക്ഷത്ത് കൃത്യമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന ആരോപണങ്ങളെ ഞാൻ ആ തലത്തിലേക്ക് കണ്ടിട്ടുള്ളൂ. NDAவில் BD ஜெயசிற்கு தான் இந்த முறை இடுக்கி தொகுதி கொடுக்கப்பட்டுள்ளது. சங்கீதா விஸ்வநாதன் பிரச்சாரத்தில் தீவிரமாக இறங்கியுள்ளார். 2019 அதிக வாக்குகளை பிடிக்க NDAவிற்கு முடியவில்லை. இந்த முறை அதிகமான വാക്കുകളെ പിടിച്ചെടുക്കും ലക്ഷ്യത്തുடன் BJP മുന്നണിയും കളത്തിൽ ഇറങ്ങിയുള്ളത്. ഇടുക്കി മണ്ഡലത്തിൽ ഞാൻ എത്തുന്നത് ഇടുക്കിക്കാർക്ക് തന്നെ അറിയാം. തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായാൽ, പ്രത്യേകിച്ച് വന്യമൃഗ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജ് വിഷയങ്ങൾ, ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ, ഇടുക്കിയുടെ ടൂറിസം ഡെവലപ്മെന്റ്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇന്ന് ഇടുക്കിയുടെ ജനങ്ങളുടെ ഇടയിലുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും അവരെന്നെ ജയിപ്പിക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. കാരണം മോദിജിയുടെ ഒരു ഇഫക്റ്റ് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട്. മോദിജി പറഞ്ഞ ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടി തന്നെയാണ് എനിക്കും ഇവിടുത്തെ ജനങ്ങളോട് നൽകാൻ. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.